Watch full episodes on Jio Hotstar. ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ യൂടി വേറെ ഒരു പോയിന്റ് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. നോക്കിക്കോ, ഞാൻ നിന്നെ പേടിച്ച 10 പോയിന്റ് എങ്ങനെയാണ് കൈക്കലാക്കാൻ പോണത്. ഞാനേ ജയിക്കൂ. ശിവ എവിടെയുള്ളത്? ആദ്യം വീഡിയോ ഗെയിം തുടങ്ങി കഴിഞ്ഞു കേട്ടോ. ഒന്ന് വേഗം വാ. ഓക്കെ രവ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. അല്ല എന്താ അത്? തന്റെ സ്റ്റോമാണല്ലോ. അല്ല ഇതെന്താ പറ്റിയത്? റിമോട്ടിന് ഒരു കുഴപ്പമില്ലല്ലോ. ഈ ഊടിയുടെ വീട്ടിലെ വീഡിയോ ഗെയിമിലുള്ള ആൾക്കാരൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. എന്താ ചെയ്യാ? ഇയാളെ കൊണ്ടാണ് ഓടുന്നത്. ശിവ ഒന്ന് വേഗം വാ. അതിശയകരമായ ഒരു കാര്യം നടന്നിരിക്കുന്നു. വീഡിയോ ഗെയിമിൽ നിന്ന് ഒരാള് പുറത്തേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് ഇവിടെ പൊളിച്ചിട്ട് റോഡിലേക്ക് അയാൾ ഓടിക്കളഞ്ഞു. രവ, നീ എന്തൊക്കെയായി പറയുന്നത്? ശരി, ഞാൻ വന്നേക്കാം. ഇവിടെ അടുത്തെങ്ങാനും ബിൽഡിംഗ് പൊളിക്കുന്ന ജോലി നടക്കുന്നുണ്ടോ? തട്ടലും മുട്ടലും ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ആരാണ് നീ? ഈ ലഡ്ഡു സിംഗ് ഉള്ളപ്പോൾ നിന്നെ ഈ നഗരം നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. നീ എന്തായി കാണിക്കുന്ന? ശിവ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്ന അങ്കിൾ? മാറി നിൽക്ക് കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ ഇപ്പൊ ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്താലേ ശരിയാകുകയുള്ളൂ. നീ ഒന്ന് വേഗം വാ. രവ, I think you're right. ഡിജിറ്റൽ മാൻ ഇലക്ട്രിക് സാധനങ്ങളിൽ നിന്നാണ് പവർ എടുക്കുന്നത്. അയാളെ തോൽപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ പ്രയാസമില്ലാത്ത കാര്യം. ഒറ്റ തവണ ഞാൻ അവനെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ ഇരിക്കാൻ പോണ മുറിക്കകത്ത് ഒരു ബൾബ് പോലും ഉണ്ടാവില്ല. ലഡു സിംഗ് സർ, നിങ്ങളിപ്പോ പറഞ്ഞ ഐഡിയ വളരെ അടിപൊളിയാണല്ലോ. ശിവ, ഒരിക്കലും ഇലക്ട്രിസിറ്റി സപ്ലൈ വരാത്ത സ്ഥലത്ത് ഇയാളെ എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം സാധിക്കാൻ പറ്റും. അയാൾക്ക് പവർ അതിൽ നിന്ന് കിട്ടുന്നേ. കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ അയാൾക്ക് ഒരിക്കലും എക്സ്ട്രാ പവർ എവിടെ നിന്നും കിട്ടില്ല. Wow, Reva, it's a brilliant idea. ഞാൻ അവനെ ചാലഞ്ച് ചെയ്ത് ഓപ്പൺ ഗ്രൗണ്ടിലേക്ക് വിളിക്കാം. നിർത്ത്. ഈ നഗരത്തിൽ വന്നിട്ട് നീ എന്ത് വേഷം ഇട്ടാണ് ഈ കാണിക്കുന്നത്? മുതിർന്ന ആൾക്കാരെ നോക്കി നീ ഇങ്ങനെ കണ്ണു തുറിച്ച് കാണിപ്പിക്കുമല്ലേ? ഇപ്പൊ തന്നെ നിനക്ക് അതിനുള്ള ശിക്ഷ ഞാൻ തരാം.
എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. മര്യാദക്ക് ഈ നഗരം വിട്ട് എത്രയും പെട്ടെന്ന് പൊക്കോണം. ഇതെന്ത് പറ്റി? ഇപ്പൊ വീണ്ടും കൂടിച്ചേർന്നല്ലോ. എന്റെ അമ്മോ, ഓടുന്നതാണ് നല്ലത്. ഇത് ശരിക്കുള്ള മനുഷ്യനല്ല. എന്നെ രക്ഷിക്കൂ, അയ്യോ എന്നെ രക്ഷിക്കൂ. ഹേ അങ്കിൾ, മര്യാദക്ക് എന്റെ മുത്തശ്ശനെ വിട്ടേക്ക്. ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായി ഫൈറ്റ് ചെയ്യ്. ഇതെന്റെ സൈക്കിൾ ബാറ്ററിയിൽ നിന്നുമാണല്ലോ പവർ വലിക്കുന്നത്. സൈക്കിളിൽ ബാറ്ററി ഉള്ള കാര്യം ഞാൻ മറന്നുപോയല്ലോ. വേഗം പോണെന്നോ? എങ്ങോട്ടോ നമ്മള് പോണ്ടത്? ആ ശരിയാ, ബൈക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യട്ടെ. എന്തതിന് പറ്റിയത്? അതെ, എന്റെ അടുത്തേക്കാണല്ലോ വരുന്നത്. ഞാനെന്താ ചെയ്യാ? എന്റെ അടുത്തേക്ക് തന്നെ വരുന്നത്. എന്തിനാ അങ്ങനെ തുറച്ചു നോക്കുന്നത്? എന്നൊന്നും ചെയ്യല്ലേ. ശിവ, അവൻ എന്നെ ശരിക്കിട്ട് പെരുമാറി. ഡിജിറ്റൽ മാനെ പിടിക്കാനായിട്ട് എന്റെ അടുത്ത് ഒരു പ്ലാൻ ഉണ്ട്. അയാളെ ചാലഞ്ച് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഇലക്ട്രിക് കറണ്ടോ ബാറ്ററിയോ ഒന്നുമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ഡിജിറ്റൽ അങ്കിൾ, ദാ ഞാൻ വീണ്ടും വന്നിട്ടോ. നമുക്ക് ഒന്നും കൂടി 1-to-1 ഫൈറ്റ് ചെയ്താലോ? പോയല്ലോ, പക്ഷെ ഡിജിറ്റൽ മാനെ കാണുന്നുമില്ല. അയ്യോ, ദേ അയാൾ അവിടെ ഉണ്ട്. ഓടിക്കോ. ലഡു സിംഗ് സർ, വേഗം വാതിൽ അടച്ചേക്ക്. സൂപ്പർ സൂപ്പർ. ഇത് കണ്ടോ ശിവ? നമ്മുടെ വാച്ചസിന്റെ പവർ മുഴുവൻ അയാൾ വലിച്ചെടുത്തു. ഓ, ഞാൻ വീണ്ടും മറന്നു റിസ്റ്റ് വാച്ചിൽ ബാറ്ററി ഉള്ള കാര്യം. I will finish this game. No, Digi uncle, I will finish this game. ഇപ്പൊ റെസ്റ്റ് വാച്ചിലുള്ള ബാറ്ററി പവർ പോലും തീർന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എവിടെ നിന്നും സപ്പോർട്ട് കിട്ടില്ല. ഹലോ ഡിജി അങ്കിൾ, വെറുതെ കിടന്ന് പരിശ്രമിക്കാൻ നിൽക്കണ്ട.
ഈ സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് പവറിന്റെ ഒരു യൂണിറ്റ് പോലും കിട്ടില്ല. എനിക്കറിയാം, നിങ്ങൾ ഞങ്ങളുടെ ലോകത്ത് അറിയാതെ വന്നു പോയതാ. ഐ ആം റിയലി സോറി. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലോകത്തേക്ക് തിരിച്ചു പോകേണ്ടി വരും. Watch India's largest kids library only on Jio Hotstar. Download the app now.